ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് വിശുദ്ധ തിരുവെഴുത്തുകൾ നമുക്ക് തുറക്കാം. തെസ്സലോനിക്കർക്ക് പൗലോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ച് സഹായിച്ചാലും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. മതി, ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാലും. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന്. ഈ വാക്യത്തിൽ നിന്ന് ധ്യാനത്തിന് ആധാരമായ വിഷയമെടുക്കുന്നു. ദൈവപ്രസാദകരമായ നടപ്പ്. ദൈവപ്രസാദകരമായ നടപ്പ് എങ്ങനെയാണ്? അങ്ങനെ നടന്നാൽ നമുക്കെന്താണ് ഗുണം? വേദപുസ്തകം അത് സംബന്ധമായി എന്തു പറയുന്നു? വാക്യസഹിതം 8 പ്രധാന പോയിന്റുകൾ ഇതിനോടുള്ള ബന്ധത്തിൽ അടുക്കിന് വെച്ച് ധ്യാനിപ്പാൻ കൃപയിൽ ശരണപ്പെടുകയാണ്. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് ഇവിടെ വായിച്ചത്. 2-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ചിന്തകളാണ്. 2-ാമത്തെ വാക്യത്തിന്റെ തുടക്കം ഇവിടെ വായിച്ചിരുന്നു. ഒന്ന് ചേർത്തി വായിക്കാമോ? ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ, ഞങ്ങളുടെ ഇഷ്ടത്താലല്ല, കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ നൽകിയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തോലിക ഉപദേശമാണ് കാണുന്നത്. അത് ശുദ്ധീകരണം എന്നുള്ളതാണ് അതിനകത്തെ വിഷയം. സ്തോത്രം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല. അകം ദൃഷ്ടി കൊണ്ട് ദൈവ സാന്നിധ്യം ദൈവസന്നിധിയിൽ വന്നിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നും കൂടെ ശുദ്ധീകരണം പ്രാപിച്ചാൽ ആ കാഴ്ച വർദ്ധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഇങ്ങനെ ധ്യാനിക്കുകയുണ്ടായി, വചനത്താലുള്ള ശുദ്ധീകരണം അതെങ്ങനെ ലഭിക്കുമെന്ന്. അനുദിനം നാം കഴുകപ്പെടണം. ധാരാളം വചന ശുശ്രൂഷ കൃപായുഗത്തിൽ ദൈവം നൽകിയിരിക്കുന്നതിന് കാരണം കഴിഞ്ഞ യുഗങ്ങളെക്കാൾ കൂടുതൽ വചനം വാമൊഴിയായും ദൈവം നൽകുന്നതിന് കാരണം എന്ത്? കുഞ്ഞാടിന്റെ കാന്ത യുഗങ്ങളിൽ നിന്നുള്ള മാനവജാതിയിൽ നിന്നുള്ള ശേഖരണത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമായ പദവിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെക്കാളും ശുദ്ധയായി വചനത്തോട് കൂടിയ ജലസ്നാനം എന്ന് എഫെസ്യ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ ദൈവവചനത്താൽ കഴുകപ്പെട്ട് ആ തേജസ്സോടെ മുൻനിർത്തപ്പെടത്തക്ക രീതിയിൽ അവൻ വെളിപ്പെട്ട് വരേണ്ടതിന് കറ, ചുളുക്കം, മാലിന്യം ഇവയൊന്നുമില്ലാതെ ശുദ്ധയായി നിൽക്കേണ്ടതിന് അത്രേ ശുദ്ധീകരണത്തിന് കർത്താവ് കൂടുതൽ അവസരം നൽകുന്നത്. അതുകൊണ്ട് സ്നാനപ്പെട്ട പ്രിയമുള്ളവരോട് എല്ലാവരോടും ഒരുപോലെയുള്ള സന്ദേശം, അനുദിന ക്രിസ്തീയ ജീവിതം ശുദ്ധീകരണത്തോടെ കഴിക്കണം. അങ്ങനെ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് ശുദ്ധീകരണം പറഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിലോട്ട് കയറി വിഷയം കൊണ്ട് മാറുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, സ്തോത്രം. എന്നിട്ട് അധ്യായം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: ഈ വചനങ്ങളെ കൊണ്ട് അന്യമന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാണ് തൊട്ടുപുറകെ പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തെസ്സലോനിക്കയിലുള്ള ദൈവസഭ അംഗങ്ങളോട് പൗലോസ് ആത്മനിയോഗത്താൽ പറഞ്ഞു, ശുദ്ധീകരണം പ്രാപിക്കുക. എങ്ങനെ നടക്കണം? ആമേൻ. ദൈവപ്രസാദകരമായ നടപ്പിന് ഒന്ന്, ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് നടക്കണം. സ്തോത്രം. ഇതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ, സ്ലീഹന്മാർ മാറി മാറി ഈ വിഷയം ശക്തമായി അവരുടെ തൂലികത്തുമ്പിലൂടെ പരാമർശിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വായിച്ചാലും. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ആര് നടന്നതുപോലെ? യേശു വേഷത്തിൽ മനുഷ്യനായി ഉലകത്തിൽ അവതരിച്ച് ഇഹലോകത്തിൽ നടന്ന നടപ്പ് മാതൃകയാക്കുക, യേശുവിൻ പിൻപേ ഗമിക്കുക. ഇന്ന് ഞാൻ ഈ വചനത്തെ ആധാരമാക്കി അനുഗ്രഹീതരായ സ്നാനപ്പെട്ട യേശു ക്രിസ്തുവിനോട് ചേർന്ന സംഘത്തോട് കൈമാറുന്ന ആലോചന ഇതത്രേ: കേട്ടുകൊള്ളുവീൻ, യേശുവിന്റെ കാൽച്ചുവടുകളെ നോക്കി ഗമിപ്പീൻ, ഗമിപ്പീൻ, യേശുവിനെ പിൻചെല്ലുവീൻ. സ്വത്രം. യേശുവിന്റെ പുറകെ ചെല്ലുവീൻ. അത് നമുക്ക് ശുഭമായിരിക്കും. സ്നാനാനന്തര ജീവിതം എങ്ങനെ നയിക്കണം? യേശുവിന്റെ കാൽച്ചുവടുകൾ നോക്കി പാദം വെച്ച് മുൻപോട്ട് പോകണം. സ്തോത്രം. നോക്കൂ, അപ്പോൾ യേശുവിന്റെ പിൻപേ യേശു നടന്നതുപോലെ നടക്കണമെന്ന് ആ ആശയം യോഹന്നാൻ അപ്പോസ്തലൻ സമർത്ഥിക്കുന്നത് എങ്ങനെയാന്ന് ഒന്ന് കാണണം. അതിൻ്റെ 4-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ ഒന്ന് താഴോട്ട് വായിച്ചാൽ 4-5 വാക്യത്തിൽ ആശയം വ്യക്തമാണ്. വായിച്ചാലും. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകും. കൽപ്പനയുടെ മുമ്പിൽ പ്രമാണിക്കാത്ത 10 പേരുടെ ലിസ്റ്റ് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുകയല്ല, അങ്ങനെ നിർത്തുന്നവൻ ആര്? ബൈബിളിന്റെ പ്രയോഗം നോക്കൂ, അല്പം കട്ടിയുള്ള പ്രയോഗമാണ്. പറഞ്ഞേ, സത്യം അവനിലില്ല, അവൻ കള്ളനാകുന്നു എന്ന്. അല്ലേ? അതെ, കള്ളനാകുന്നു എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്തോത്രം. ഞാൻ പറഞ്ഞ പോലല്ല നാട്ടിലൊരു കള്ളൻ വന്നാൽ നമ്മൾ പറയാറ്, ഒരു കള്ളൻ കക്കാൻ കയറി കിട്ടിയില്ല, കട്ടെടുത്തുനിന്ന് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ കള്ളനെ കണ്ടു കഴിഞ്ഞാൽ കള്ളൻ വന്നിട്ടുണ്ടെന്നല്ല പറയുക. ഞാൻ അല്പം ലഘുവായി പറഞ്ഞതേ ഉള്ളൂ. ഇതാ കള്ളൻ. നമ്മൾ പറയുന്ന ഉച്ച സ്വരത്തിലായിരിക്കും. നോക്കണമേ, സ്വർഗവാസികൾ ഒന്നടങ്കം അങ്ങനെ പറയാതിരിപ്പാൻ എന്ത് ചെയ്യണം? വായിച്ച വാക്യം ഒരിക്കൽ കൂടെ ആദ്യം മുതൽ വായിച്ചാലും. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. സത്യം അവനിലില്ല. അടുത്തത്. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. ഏറ്റെടുക്കാമോ? ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ. ഒരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അറിവ് കുറവ് കൊണ്ടോ വചനം വേണ്ടവണ്ണം പ്രമാണിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകും. അതിന്റെ അളവിൽ കുറവുണ്ടാകും. ഇന്ന് ഈ ആരാധനയിൽ വെച്ചൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഈ വചനപ്രകാരം കൂടുതലായി ഞങ്ങളുടെ വചനം പ്രമാണിക്കാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞാൻ തീരുമാനമെടുക്കുന്നു. ഹൃദയത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവിടെ മുതൽ താഴോട്ട് അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ്. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം.
നാം അവനിൽ ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. അറിയാം. നാം കൃപ വിട്ടോ കൃപ വിട്ടില്ലയോ എന്ന് ഇതിനാൽ അറിയാം. അടുത്ത പ്രയോഗം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ അവൻ നടന്നതുപോലെ എന്ത് ചെയ്യണം? നടക്കേണ്ടതാകുന്നു. യോഹന്നാൻ ഇതങ്ങ് പറഞ്ഞു വെച്ചു. യോഹന്നാന്റെ ലേഖനത്തിന്റെ തൊട്ടു മുമ്പേ അതേ കൂട്ടത്തിൽപ്പെട്ട സ്ലീഹന്മാരിൽ ശ്രേഷ്ഠനായ പത്രോസ് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിനകത്ത് പത്രോസ് ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട്. അത് ഞാനങ്ങ് പറഞ്ഞു പോകാം. 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം, നിങ്ങൾ അവന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ, നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഗലാത്തിയിൽ, കപ്പദോക്കിയിൽ, ബിദുന്യയിൽ, ആസിയിൽ അങ്ങനെ ചിതറി പാർക്കുന്ന വൃദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലതും വിശ്വാസ ത്യാഗം നിമിത്തം ഭൗതികമായ പല നഷ്ടങ്ങളും വന്നെങ്കിലും സ്തോത്രം, അവർ കാൽച്ചുവടുകളെ പിന്തുടർന്നു. ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഒരാഹ്വാനം ഈ പ്രധാന പോയിന്റിൽ നിന്ന് നൽകുകയാണ്. ഈ വാക്യങ്ങളെ ആധാരമാക്കി അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ സ്നാനാനന്തര ജീവിതം പാസ്റ്ററെ നോക്കിയല്ല, അവൻ സെൻട്രൽ പാസ്റ്ററെ നോക്കിയല്ല, അവൻ പ്രസ്ഥാനത്തെ നോക്കിയല്ല, ഇടത്തും വലത്തും നിൽക്കുന്നവരെ നോക്കിയല്ല. അവര് മാതൃകയായിരിക്കണം, അത് വേറെ കാര്യം. എന്നാൽ സ്തോത്രം, അവരെ ഒന്നും അല്ല നീ നോക്കേണ്ടത് യേശുവിന്റെ പാദം, നിന്നെ വിളിച്ചവന്റെ പാദം. അവൻ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞവനെ പിൻചെല്ലുക. പ്രിയരെ, ആവർത്തിക്കുന്നു ഈ വാചകം. അവൻ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചവനെ പിൻചെല്ലുക. പ്രിയരെ, സ്വന്തം യേശുവിൻ പിൻപേ ചെല്ലുക. യേശുവിന്റെ പുറകെയുള്ള പോക്ക് സുഖാണ്. സ്വത്രം 23-ാം സങ്കീർത്തനത്തിൽ ഇടയന്റെ പുറകെ പോകുമ്പോൾ കൂരിരുണ്ട താഴ്വരയിൽ എത്തിയിട്ടും ആടിനൊരു ടെൻഷൻ ഇല്ല. ആ താഴ്വരയെ മറ്റു ചില വേർഷനുകൾ വെച്ച് പഠിക്കുമ്പോൾ മരണനിഴലിന്റെ താഴ്വര എന്നാണ്. ആ താഴ്വരയിൽ ഈ ആടിന് ഒരു ടെൻഷനും ഇല്ലാത്തതിന് കാരണം ഇരുൾ മൂടിയാലും എൻ്റെ ഇടയൻ എന്നോട് കൂടെയുണ്ട്. മാത്രമല്ല, ഈ ഇരുൾ മൂടിയെടുത്ത് എൻ്റെ ഇടയൻ എന്നെ മേയിക്കില്ല, കിടത്തില്ല. അവൻ ഒരു കടന്നുപോക്ക് മാത്രമാണ് അവിടെ ഇടയൻ അനുവദിക്കുന്നത്. കൂരിൽ മൂടിയ അവൻ ഇടത്തൂർന്ന ഉയർന്ന പർവ്വതങ്ങളുള്ള ആ ഇടവഴി വരുമ്പോൾ അവിടെ ഇടയൻ മുമ്പേ പോകത്തില്ല. ആ മുമ്പേ പോകുന്ന ഇടയൻ അവസാന ആട് പോകുന്നത് വരെ ആ ഇരുളിന്റെ താഴ്വരയിൽ, ആ മരണനിഴലിന്റെ താഴ്വരയിൽ നിന്നെ കടത്തി വിട്ടിട്ട് നിനക്കൊരു കടന്നുപോക്ക് മാത്രം അതിനകത്തൂടെ നൽകിയിട്ട് അവൻ സ്വന്തം നിന്നെ സഹായിക്കുന്ന നല്ല ഒരു ഇടയൻ നിനക്കുണ്ട്. സ്നാനാനന്തര ജീവിതം നയിക്കാൻ ജീവന്റെ പുതുക്കത്തിലേക്ക് കാൽ വെച്ചവരോട് വചനം നൽകി അവൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം നൽകുകയാണ്. നീ ഒറ്റയ്ക്കല്ല സഹോദരി, ഒറ്റയ്ക്കല്ല സഹോദര. നിന്റെ കഷ്ടതയിൽ അവൻ നിന്റെ കൂടെ നിൽക്കും. നിന്റെ കൂരിന്റെ താഴ്വരയിൽ അവൻ നിന്നെ കരം പിടിക്കും. അതിലെ ഒരു കടന്നുപോക്ക് മാത്രം നിനക്ക് നൽകും. നിന്നെ അവിടെ പരാജയപ്പെട്ടു പോകാതെ, നീ അവിടെ ഒറ്റപ്പെട്ടു പോകാതെ, നീ അവിടെ തീർന്നു പോകാതെ, അവിടെ ദുഷ്ട മൃഗത്തിന് ഇരയായി നീ മാറാതെ എൻ്റെ ഇടയൻ നിന്നെ പരിപാലിക്കും. അവൻ തൻ്റെ ആടായി മാറിയവർ ഈ ദൂത് ഏറ്റെടുക്കുന്നെങ്കിൽ എനിക്കൊരു ഇടയനുണ്ടെന്നുള്ള ബോധ്യമുള്ളവർ താഴ്വരകളെ ദൂരവെ കണ്ട്, ഇരുൾ മൂടിയ കാലങ്ങളെ കണ്ട് ഭയപ്പെടണ്ട. ഇടയനുണ്ടേ കൂടെ, ഇടയനുണ്ടേ കൂടെ. ഈ ദൂത് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റും? അവർ അല്പനേരം ദൈവത്തിന് കരം ഉയർത്തി മഹത്വം കരേറ്റ. പ്രിയരേ, സ്തോത്രം. യേശുവിന്റെ പിന്നെ ഗമിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു പ്രയോഗം ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ അവൻ നടക്കുന്നത് എങ്ങനെയാണ്? കാഴ്ചയാലല്ല വിശ്വാസത്താൽ. സ്നാനാനന്തര ജീവിതത്തിലേക്ക് പാദം വെച്ചിരിക്കുന്നവരോട് ആഹ്വാനം നൽകുന്നു. നമ്മളെല്ലാവരും അങ്ങനെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. വിശ്വാസം എന്നുള്ളത് കാണാത്ത കാര്യങ്ങളുടെ, ഒന്ന് ചേർന്ന് പറയാമോ?
അവൻ കാണാത്ത കാര്യത്തിൽ എന്തുണ്ട്? ഒരു നിശ്ചയമുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. അപ്പോൾ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ആരിലുള്ള വിശ്വാസം? ജീവൻ നൽകി എന്നെ രക്ഷിച്ച, ആമേൻ, ഞാൻ സ്നാനപ്പെട്ട് ചേർന്നിരിക്കുന്ന, ഞാൻ സ്നാനപ്പെട്ട് ധരിച്ചിരിക്കുന്ന, സ്തോത്രം, ആമേൻ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ കർത്താവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, തികഞ്ഞ വിശ്വാസമാണ്. ഞാനൊരു ഭോഷനെ പോലെ വിശ്വസിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഞാനൊരു പൊട്ടനെ പോലെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. ഒരു കുട്ടിയോടൊരു കാര്യം പറഞ്ഞാൽ അവൻ അങ്ങനെ ചിലപ്പോൾ അതങ്ങ് ഏറ്റെടുക്കും. അതുപോലെ ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒന്നും തിരിച്ചും മറിച്ചും ആലോചിക്കാതെ വിശ്വസിക്കാൻ പറ്റും യേശുവിനെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കാഴ്ചയാലേ അല്ല, വിശ്വാസത്താലേ അത്രേ. അവിടുത്തെ വിഷയം പരാമർശിക്കുമ്പോൾ വിശ്വാസത്താൽ കാണുന്നൊരു ഭാഗ്യനാടുണ്ട്, വിശ്വാസത്താൽ കാണുന്ന ഒരു പുനരുത്ഥാനത്തിന്റെ നാളുണ്ട്. സന്തോഷത്തോടെ അല്പനേരം ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാമോ? നാം ഈ കണ്ണുകൊണ്ടത് കണ്ടിട്ടില്ല, എന്നാൽ സ്തോത്രം, ഈ കാഴ്ചയാലല്ല, അകം ദൃഷ്ടി കൊണ്ട് നാം കണ്ടു കഴിഞ്ഞു. പുത്തനാം യെരൂശലേമിന്റെ തെരുവീതികൾ ഹൃദയ ദൃഷ്ടി കൊണ്ട് കാണുന്ന ദൈവമക്കൾ എത്ര പേർ ഇവിടെയുണ്ട്? ആ യെരൂശലേമിന്റെ തങ്കത്തെരുവീതികളിലൂടെ അവൻ ഹൃദയം കൊണ്ട് നടക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട്? അവൻ സ്വന്തം ക്ഷീണമില്ലാത്ത, രോഗമില്ലാത്ത, അനർത്ഥങ്ങളില്ലാത്ത, രാത്രിയില്ലാത്ത, ക്ലേശങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, അവൻ തെല്ലുമേ ദുഃഖമില്ലാത്ത ആ ശോഭന നാടിന്റെ തെരുവീതിയിലൂടെ പുനരുത്ഥാന ശരീരത്തിൽ പൂർണ്ണത പ്രാപിച്ച് നടക്കുന്നത്, അകം കണ്ണ് തുറന്ന് കാണാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് ഈ സഭായോഗത്തിനകത്തിരുന്ന് വചനം കേൾക്കുന്നെങ്കിൽ ദൈവത്തിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഞാൻ നടന്നത് കാഴ്ചയാലേ അല്ല, വിശ്വാസത്താലേ യാത്രേ. സ്നാനാനന്തര ജീവിതം 30, 25, 10, 15 വർഷങ്ങളൊക്കെ നയിച്ചവർ അല്ല, 40, 50, 60 നയിച്ചവരൊക്കെ ഇവിടെ ഉണ്ട്. അവൻ സ്തോത്രം, പ്രിയരെ, നിങ്ങളുടെ നടന്നു വന്ന വഴികളെ ഒരു കുന്നിന്റെ മുകളിലോട്ട് കയറി താഴോട്ട് നോക്കുമ്പോൾ വയനാട് ചുരം വൈത്തിരിക്ക് മുകളിൽ ചെന്നിട്ട് കീപ്പോട്ട് നോക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. ഈ വഴിയാണോ ഞാൻ എൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്ത് കയറി വന്നേ? എൻ്റെ വണ്ടി ഈ വഴിയാണോ മുകളിലോട്ട് വന്നേ? അവൻ വയനാട് ചുരം അടിവാരത്തിൽ ചെന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ അവൻ മുകളിൽ തീപ്പെട്ടി കണക്കിന് പോകുന്ന KSRTC ബസ്, വലിപ്പത്തിൽ കാണുന്ന ബസ്, ഇതിൻ്റെ മണ്ടയിൽ എത്തണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സഹയാത്രികൾ പരപ്പുറം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ നമ്മൾ പോണോ? സ്തോത്രം. ഇതിൻ്റെ മുകളിൽ നമ്മൾ പോണോ? വന്ന വഴികളൊന്ന് പിന്നിട്ട് നോക്കിയേ. സ്തോത്രം. ആ വഴികൾ വന്നത് ഒന്നും കണ്ടിട്ടല്ല, കാഴ്ചയാലേ അല്ല, വിശ്വാസത്താലെയാണ്. ഈ പുറപ്പാട് അവൻ നയിച്ചപ്പോൾ പലരും നമ്മെ നോക്കി ചോദിച്ചു, നിന്റെ മക്കളെ ആര് കെട്ടും? നിന്റെ പിള്ളേരുടെ ഭാവി എന്താകും? സ്തോത്രം. അവൻ നീ പെന്തക്കോസിൽ പോയി, അവൻ നീ ഞങ്ങളുടെ കൂട്ടം വിട്ടു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അന്ന് ഉത്തരം പറയാൻ ഒന്നും കാഴ്ചയാൽ പറയാനില്ല. വാ തുറന്നൊരു വിശ്വാസം പ്രഖ്യാപിച്ചു. അവൻ യഹോവ ഈരേ, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. ചിലർക്ക് അതുപോലും പറയാൻ ഉത്തരവില്ലായിരുന്നു. അവർ പറഞ്ഞു സ്തോത്രം. നിന്ദിക്കുമ്പോൾ അവർ പറഞ്ഞ വാക്ക് സ്തോത്രം. അന്ന് ഉത്തരം പോലും പറയാൻ കഴിയാതെ സ്തോത്രം മാത്രം പറഞ്ഞവർ പരാജയപ്പെട്ടില്ലെന്ന്, അവരുടെ സ്ഥിതി മാറിയെന്ന്. അവൻ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ദൈവ കുഞ്ഞെ, കാഴ്ചയാലേ അല്ല, വിശ്വാസത്താലേ. അവൻ ചില കാല ക്രിസ്ത്യ ജീവിതം നയിച്ചവരെ ഗതകാലത്തെ നോക്കിയിട്ട് ആ താഴ്വരകളും വളവുകളും തിരിവുകളും അവൻ അടങ്ങിയ ആ വഴിത്താരയിലൂടെ നാം ഗമിച്ചു വന്നത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും. അങ്ങനെങ്കിൽ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന എൻ്റെ കർത്താവ് നാളെയുടെ നീളയിൽ എൻ്റെ മൂക്കിലെ ശ്വാസം എന്ന് നിലയ്ക്കുമെന്ന് പറയാൻ കഴിയില്ല. അന്ത്യം വരെ എന്നെ നടത്താൻ, ഇന്നലകളിൽ എന്നെ നടത്തിയ എൻ്റെ ദൈവം ശക്തനെന്ന് കൈ ഉയർത്തി പറയാൻ എത്ര പേർക്ക് ഇന്ന് ഈ ആരാധനക്കകത്ത് ഇരുന്നു കൊണ്ട് സാധ്യമാകും?
എന്റെ ദൈവം അവൻ എന്നെ നടത്താൻ ശക്തൻ. Amen. സ്നാനാനന്തര ജീവിതം എങ്ങനെ നയിക്കും? സ്തോത്രം. കാഴ്ചയാലെ അല്ല. സ്ത്രീകന്മാർ പറഞ്ഞു, അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ മുൻ നടക്കുന്നത് കാഴ്ചയാലെ അല്ല, വിശ്വാസത്താലെ യാത്രേ. വിശ്വാസത്താലെ യാത്രേ. വിശ്വാസത്താലുള്ള എല്ലാ പുറപ്പാടുകൾക്കും ആമേൻ ദൈവം നല്ല പൂർത്തീകരണം നൽകിയിട്ടുണ്ട്. ദൈവം പറഞ്ഞത് കേട്ടാണ് പുറപ്പെട്ടതെങ്കിൽ ആ വഴിത്താരയുടെ അങ്ങേ ദൈവം കണ്ടിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. നെക്സ്റ്റ് അവൻ റോമാലേഖനം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇന്നലെ ഇവിടെ സ്നാനത്തിന്റെ ബൈബിൾ ക്ലാസ്സിനകത്തൊക്കെ വളരെ സവിസ്തരമായി വായിച്ചു. അതുകൊണ്ട് ഞാൻ വചനം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അവൻ സ്നാനപ്പെട്ടയാൾ നടക്കേണ്ടത് എങ്ങനെയാണ്? ജീവന്റെ പുതുക്കത്തിൽ. ആ പുതുക്കം എന്ന വാക്ക് എടുത്ത് പഠിക്കുമ്പോൾ പുതുക്കം ഒരിക്കലും പഴക്കമാകുന്നില്ല. ശ്രദ്ധിച്ചേ, 25, 30, 40, 60 വർഷം സ്നാനാനന്തര ജീവിതം നയിച്ചവർ ആമൻ കേൾക്കണം. ഇന്ന് സ്നാനപ്പെട്ടവർ കേൾക്കണം. കാലം അതിന്റെ നിലയിൽ കാലുകുത്തി മുൻപോട്ട് പോകുമ്പോൾ ആമൻ നിന്റെ ജീവിതത്തിൽ ഇത് ഒരിക്കലും ഒരു പഴക്കമുള്ള ജീവിതമായി മാറുന്നില്ല. കാരണം ഇതിനകത്ത് പകർന്നിരിക്കുന്ന ഉയിര് പഴക്കം വരാത്ത ഉയിരാണ്, ജീവനാണ്. സ്തോത്രം ചെയ്യാം. കെടാത്ത ബീജമാകയാൽ, യേശുക്രിസ്തുവിന്റെ അവൻ ജീവനാകയാൽ അതിന് ഒരിക്കലും പഴക്കം വരത്തില്ല. അതുകൊണ്ട് ജീവന്റെ പുതുക്കത്തിലാണ് ഗമനം. അതുകൊണ്ട് മുൻപോട്ട് പോകുവീൻ ആഹ്വാനം നൽകുന്നു. മുൻപോട്ട് പോകുവാനുള്ള പച്ചക്കൊടിയാണ് ഇന്ന് വാക്യങ്ങൾ ഓരോന്ന് പരിശുദ്ധാത്മാവിടെ എടുത്ത് നിങ്ങൾക്ക് മുമ്പിൽ വീശി വീശി കാണിക്കുന്നത്. സ്തോത്രം. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, പകച്ചു നിൽക്കണ്ട, പതറി നിൽക്കണ്ട, മുൻപോട്ട് പോയിക്കൊണ്ടിരിപ്പീൻ. സ്തോത്രം. ജീവന്റെ പുതുക്കത്തിൽ. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? 5-ാം അധ്യായം 16-ാമത് വാക്യം. ജഡത്തിന് മോഹമുണ്ട്, രാഗമുണ്ട്, ജഡത്തിന് ആഗ്രഹങ്ങളുണ്ട്. ജഡം നമ്മോട് കഴിഞ്ഞ ഒരാഴ്ചയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ജഡം നമ്മെ വാടി എന്നൊക്കെ പറഞ്ഞ് നമ്മെ വിളിച്ചിട്ടുണ്ട്. നിന്റെ ഒരു വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ് ജഡം വിളിച്ചിട്ടുണ്ട്. അല്പനേരൊക്കെ കണ്ണടയ്ക്കെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അല്പനേരത്തേക്ക് ഒന്ന് വിട്ടുകള, നിന്റെ ഉപദേശം കൃപ, ഒന്ന് ശുദ്ധീകരണം പ്രാപിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ജഡം നമ്മെ വിളിച്ചിട്ടുണ്ടാകും. എന്നാൽ ജഡത്തിന്റെ വായിച്ചോ പ്രയോഗം, ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആര്? 16-ാം വാക്യം ഒരിക്കൽ കൂടെ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. പരിശുദ്ധാത്മാവിനെ അനുസരിപ്പീൻ. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾപ്പീൻ. പരിശുദ്ധാത്മാവ് വിലക്കുന്നെടുത്ത് ആ വിലക്കിനെ അംഗീകരിക്കുക. പൗലോസ് അംഗീകരിച്ചതുപോലെ ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന് സൂക്ഷ്മമായ ന്യായപ്രമാണം പഠിച്ച ചരിത്ര വർണ്ണന പ്രകാരം അപ്പന് കപ്പലുണ്ട്, എല്ലാ റൂട്ടും നന്നായി അറിയുന്ന, സ്തോത്രം, നല്ല വിദ്യാഭ്യാസമുള്ള കഴിവുള്ള പൗലോസിന്റെ മുൻപിൽ ആത്മാവ് ആസിയിൽ ദൈവവചനം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? വിലക്കി. എനിക്കറിയാം, ആത്മാവിനെ പഠിപ്പിക്കൊന്നും വേണ്ട എന്ന് ശ്ലീഹ പറഞ്ഞില്ല. പൗലോസ് അതിനെ അങ്ങ് അംഗീകരിച്ചു. ദൈവാത്മാ വിലക്കുന്നതിനെ അതിന് ആമേൻ പറയണം. സ്തോത്രം. ദൈവാത്മാവ് എവിടെ ഇരുന്ന് വിലക്കും എന്ന ചോദ്യത്തിന് പല രീതിയിൽ വിലക്കും. ആമേൻ. നമ്മുടെ അകത്ത് ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് പറയും വേണ്ട. സ്തോത്രം. സ്റ്റെപ്പ് എടുത്ത് വെക്കണ്ട. ആമേൻ. സ്തോത്രം. സമയമാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയും, മക്കതോന്യൻ വിളി നൽകും. ഒന്ന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ആത്മാവ് പറഞ്ഞു പുറപ്പെടാൻ പറഞ്ഞപ്പോൾ പുറപ്പെട്ടപ്പോൾ അധികം പേരെ ഒന്നും കണ്ടുമുട്ടിയില്ല. ഒരു പുഴയുടെ അരികിൽ നിന്ന് തുടങ്ങിയതാണ്. തൊട്ടു പുറകെ ചില പ്രശ്നങ്ങളാണ്. ആത്മാവ് പറഞ്ഞാണോ വന്നത് എന്ന ചോദ്യമുണ്ടാകും. എന്നാൽ ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിനകത്ത് വെച്ച് സ്തോത്രം ആ ഒരു ആരാധന വെളിപ്പെടുന്നതോടുകൂടെ സ്ഥിതി മാറുകയാണ്. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ആത്മാവിന്റെ വിലക്കുകളും അനുവാദങ്ങളും തിരിച്ചറിയുക.
പരിശുദ്ധാത്മാവ് നടത്തുന്നവരെല്ലാം, ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം, റോമാലേഖനം 8 പറയുന്നു, ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പോൾ ദൈവത്തിന്റെ മക്കളെ ആര് നടത്തും? ദൈവത്തിന്റെ മോനെ ആര് നടത്തും? അവൻ ശത്രു കേൾക്കെ, പാരമ്പര്യ ശക്തികൾ കേൾക്കെ പറയണം, നാം വാ തുറന്ന് പ്രഖ്യാപിക്കുക, നമ്മോട് തന്നെ പറയുക, ഞാൻ ദൈവത്തിന്റെ മകൻ, ഞാൻ ദൈവത്തിന്റെ പുത്രൻ, എനിക്ക് പുത്രത്വമുണ്ട്. പുത്രത്വമുള്ള ഞാൻ, എന്നെ അവൻ ക്രിസ്തുവിന്റെ ആത്മാവ് നടത്തും. ക്രിസ്തുവിന്റെ ആത്മാവ് നടത്തും. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. ഇവിടെ 16-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ്, വായിച്ചോളൂ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ എന്നാൽ പറയുന്നു. നിങ്ങൾ ജഡത്തിന്റെ മോഹം എന്ത് ചെയ്യില്ല? നിവർത്തിക്കുകയില്ല. ജഡം തോക്കും. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ, സ്തോത്രം, അവന്റെ മുൻപിൽ ജഡം തോക്കും. ജഡം അവനെ ജയിക്കത്തില്ല. സ്തോത്രം. ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതെ മുൻപോട്ട് പോണമെങ്കിൽ, ജഡാഭിലാഷങ്ങളെ മരവിപ്പിക്കണമെങ്കിൽ ആത്മാവ് ജഡത്തിന്റെ മേൽ വേണം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2 ആത്മാവ് അവരുടെ മേൽ വന്നു എന്നാണ്. സ്തോത്രം, അല്ലേ? സ്തോത്രം. മേൽ വന്നു എന്നാണ്. മേൽ വന്നു. സ്തോത്രം. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. I will pour out of my spirit upon all flesh. സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ? മേലെന്റെ ആത്മാവിനെ പകരും. മേലെന്റെ ആത്മാവിനെ പകരും. അങ്ങനെ മേലിൽ ആത്മാവിനെ പകർന്നിരിക്കുന്നവർ ജഡത്തിന്റെ പ്രവൃത്തിയെ നിവർത്തിക്കാതെ വണ്ണം ആത്മനിയന്ത്രണത്തിൽ മുൻപോട്ട് പോകണം. സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ ആ സത്യം ഗ്രഹിച്ചു. വീണ്ടും പൗലോസ് എഫെസ്യ ലേഖനത്തിൽ ആവർത്തിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. സ്തോത്രം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിനയത്തോടും ദീർഘക്ഷമയോടും കൂടെ സ്തോത്രം നടക്കാൻ പറ്റും. സ്നാനാനന്തര ജീവിതം എങ്ങനെ നടത്തണം? ദൈവസന്നിധിയിൽ പൂർണ്ണ വിനയത്തോടെ, സ്തോത്രം, ദീർഘക്ഷമയോടെ നയിക്കാൻ പറ്റും. സ്തോത്രം. അങ്ങനെയാണ് നടക്കേണ്ടത്. സ്നാനാനന്തര ജീവിതത്തിൽ എങ്ങനെ നടക്കണം? എഫെസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നടക്കണം. സ്തോത്രം. ആ പോയിന്റ് ഞാൻ പറഞ്ഞങ്ങ് പോകുകയാണ്. അടുത്തത്, ആമേൻ, എഫെസ്യ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെ പരാമർശിക്കുന്നു, വെളിച്ചത്തിൽ നടപ്പീൻ. സ്തോത്രം. വെളിച്ചത്തിൽ നടക്കണം. അപ്പോൾ സ്നാനാനന്തര ജീവിതം ലോകത്തിന്റെ വെളിച്ചമായ, അത്ഭുത പ്രകാശമായ, പാതയ്ക്ക് പ്രകാശമായ കർത്താവിൻ്റെ ആ വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിന്റെ കീഴെയാണ് അവർ ഗമിച്ചുകൊണ്ടിരുന്നത് ഇസ്രയേൽ. ആമേൻ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ജ്ഞാനികളായി നടക്കണം. ഏത് ജ്ഞാനമെന്നറിയാമോ? കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം അതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ദൈവാത്മാവിനാൽ ലഭിക്കുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൽ നടപ്പീൻ. ഇങ്ങനെയാണ് സ്നാനാനന്തര ജീവിതം നടത്തേണ്ടത്. അപ്പോൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ എങ്ങനെ നടക്കും എന്നുള്ളതാണ് നമ്മൾ ധ്യാനിച്ചത്. ഒന്ന്, ആമേൻ, ദൈവത്തിന്റെ ഇതപ്രകാരം, അപ്പോസ്തോലിക ഉപദേശപ്രകാരം, അഥവാ ശുദ്ധീകരണത്തോടു കൂടെ നടക്കും. ആമേൻ. എങ്ങനെ നടക്കും? അവര് യേശു നടന്നതുപോലെ നടക്കും. എങ്ങനെ നടക്കും? വിശ്വാസത്താൽ നടക്കും. എങ്ങനെ നടക്കും? ജീവന്റെ പുതുക്കത്തിൽ നടക്കും. സ്തോത്രം. എങ്ങനെ നടക്കും? വിനയത്തോടും ദീർഘക്ഷമയോടും കൂടെ നടക്കും. എങ്ങനെ നടക്കും? സ്നേഹത്തിൽ നടക്കും. എങ്ങനെ നടക്കും? വെളിച്ചത്തിൽ നടക്കും. എങ്ങനെ നടക്കും? അവൻ ജ്ഞാനികളായി നടക്കും. അങ്ങനെ വേണം സ്നാനപ്പെട്ടവർ സ്നാനാനന്തര ജീവിതം നയിക്കാൻ. ഇങ്ങനെ നടക്കാൻ എനിക്ക് കർത്താവേ കൃപ വേണം എന്ന് എത്ര പേർക്ക് കാംക്ഷയുണ്ട്? എനിക്ക് അങ്ങനെ നടക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഈ വചനം കേട്ട്, ഇതൊരു പാസ്റ്ററുടെ വാക്കായി നിങ്ങൾ എടുക്കരുത്,
പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗത്തിൽ ഓർഡറിന് വിഷയങ്ങൾ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുകയാണ്. ഈ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് പറ്റും? ഈ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് പറ്റും? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഈ വചനത്തിന് മുമ്പിൽ ഏൽപ്പിക്കാം. കർത്താവേ, സ്നാനാനന്തര ജീവിതം എങ്ങനെ നടത്തണമെന്നുള്ളത് ഇന്ന് അങ്ങയുടെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അക്കമിട്ട് ഗ്രഹിപ്പിച്ചു. അങ്ങനെ നടക്കാൻ, വിശ്വാസത്താൽ നടക്കാൻ, ജ്ഞാനത്തോടെ നടക്കാൻ, സ്തോത്രം, ദീർഘക്ഷമയോടെ നടക്കാൻ, വിനയത്തോടെ നടക്കാൻ, സ്നേഹത്തോടെ നടക്കാൻ, വെളിച്ചത്തിൽ നടക്കാൻ, വിശുദ്ധിയോടെ നടക്കാൻ, യേശുവിൻ്റെ പാദത്തിൻ്റെ അവൻ പുറകെ പാദം വെച്ച് നടക്കാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പണമുള്ളവരെല്ലാം ആ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം പിടിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് കൃപ തരണമേ. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് കൃപ തരണേ. വരുന്നൊരാഴ്ചയിലെ ദിനരാത്രങ്ങളിലെല്ലാം അങ്ങനെ ജീവിക്കാൻ ഏഴയായി എന്നെ പ്രാപ്തീകരിക്കണമേ. പരിശുദ്ധാത്മാവിനെ നയിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.